മുമ്പ് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഓരോ മതസ്ഥർക്കും അവരുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഇന്ത്യന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അല്ലാതെ ഒരു മതം മറ്റൊരു മതത്തിന് എതിർക്കാന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭരണകാലത്ത് നമുക്ക് അറിഞ്ഞൂടെ, ഭരണം ശക്തിപ്പെട്ട കാലഘട്ടത്തിൽ എന്തും ചെയ്യാൻ കഴിവുള്ള കാലഘട്ടമായിരുന്നു. ഇസ്ലാമിക സാമ്രാജ്യം വളർന്നു വികസിച്ചു, വളരെയധികം ശക്തിപ്പെട്ടു എന്ന് ആയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തത്, മക്കത്ത് മുശ്രിക്കുകളോടുള്ളതായ പല ഉടമ്പടികളുണ്ടായിരുന്നു. ആ ഉടമ്പടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർത്തിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മദീനത്ത് യഹൂദികളോടും ക്രിസ്ത്യാനികളോടൊക്കെയുള്ള പല ഉടമ്പടികളുണ്ടായിരുന്നു. ആ ഉടമ്പടികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർത്തീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതുവരെ പ്രഖ്യാപിച്ചു എന്നറിയോ? മൻ ആദാ മുഹാഹദൻ ഔ ദിമ്മിയൻ ഫഅന ഖസ്മുഹു യൗമൽ ഖിയാമ. എന്റെ ഭരണത്തിന്റെ കീഴിൽ ഭരണവുമായിട്ട് ഉടമ്പടി ചെയ്യപ്പെട്ടവരോ അല്ലെങ്കിൽ വ്യക്തികളുമായി കൊണ്ട് ഉടമ്പടി ചെയ്യപ്പെട്ടവരോ, ഭരണവുമായി ഉടമ്പടി ചെയ്യുമ്പോൾ ഈ രണ്ട് വകുപ്പുണ്ട്. ആ ഏത് വകുപ്പിൽ ഉടമ്പടി ചെയ്തവരാണെങ്കിലും അവർക്ക് ഏതെങ്കിലും നിലക്കുള്ള പ്രയാസം എന്റെ ഭരണത്തിന്റെ കീഴിലുള്ളതായ ആരിൽ നിന്ന് എന്തുണ്ടായാൽ അവന്റെ എതിരിൽ ഞാൻ ഖിയാമത്ത് നാളിൽ ഞാൻ തർക്കിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവന്റെ ശത്രുവായിരിക്കും ഞാൻ ഖിയാമത്ത് നാളിൽ. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായ നിലക്ക് ശക്തമായ ഭാഷയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭരണീയരെ സംബന്ധിച്ച് ഭരണീയർക്ക് ചെയ്തു കൊടുക്കേണ്ടതായ കാര്യങ്ങൾ. അത് ഏത് മതസ്ഥരാണെങ്കിലും ആ മതസ്ഥരും ഗവൺമെന്റുമായിട്ട് അല്ലെങ്കിൽ ഭരണഘടനയിൽ അവരെ സംരക്ഷിക്കപ്പെട്ടതായ വകുപ്പുകൾ ഉണ്ടെങ്കിൽ അത് സംരക്ഷിക്കപ്പെടുന്നതാണ്, ശക്തമായി സംരക്ഷിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മൂപ്പര ഭരണകാലത്ത് മൂപ്പർ രാത്രി സഞ്ചരിക്കാറുണ്ടായിരുന്നു ഭരണീയർക്കുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. ഒരു ജൂതനെ കണ്ടു. ആ ജൂതനിക്ക് വയസ്സായി അയാളെ വളഞ്ഞ് അയാളെ മുതുകിലുള്ള എല്ലൊക്കെ ഇങ്ങനെ കൂർത്ത് പുറത്ത് കത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അയാളെ പറ്റി വിവരിക്കുന്നത് ചരിത്രകാരന്മാർ. ഉമർ ബിൻ ഖത്താബ് അവരോട് ചോദിച്ചു, നീ എന്താ അങ്ങനെയൊക്കെ കഴിക്കണത്, നീ ഭക്ഷണം കഴിക്കലില്ലേ, എനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ എന്റെ അടുത്തൊന്നുമില്ല, എനിക്ക് താമസിക്കാൻ സ്ഥലമില്ല. ഉമർ ബിൻ ഖത്താബ് ഉടനെ തന്നെ പാസ്സാക്കി, മുസ്ലിമീങ്ങളുടെ പൊതു സ്വത്താണ് ബൈത്തുൽ മാൽ. ആ ബൈത്തുൽ മാലിൽ നിന്ന് ഈ ജൂതനിക്ക് അയാൾ മരിക്കുന്ന വരെയുള്ള ശമ്പളമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പാസ്സാക്കിയത്. അങ്ങനത്തെ ജൂതന്മാരാണ് ഇപ്പോ ഗസയിലും ഫലസ്തീനിലും ഒക്കെ മുസ്ലിങ്ങൾക്കെതിരിൽ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേറൊരു കാര്യം, അതിലേക്ക് ഈ അവസരത്തിൽ ഞാൻ കടക്കുകയല്ല. അപ്പൊ ഏതായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കാത്ത പലരും പല നിലക്കുള്ള തെറ്റിദ്ധാരണകളും പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യർക്ക് മാനുഷികമായി ഉണ്ടാവേണ്ടതായ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പാടെ നമ്മളിൽ നിന്ന് ഇല്ലാതെയായി പോവാണ്. റസൂൽ പറഞ്ഞില്ലേ, ലാ യസാലു നാസു ഫീ ഖൈർ മാ തഫാദലൂന. പരസ്പരം അങ്ങും ഇങ്ങും ബഹുമാനിച്ചുകൊണ്ടിട്ട്, പരസ്പരം ഓരോരുത്തർക്കുള്ളതായ നിലവാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിട്ട് ജീവിക്കണ കാലത്തോളം ഇവിടെ എല്ലാ നിലക്കുള്ള ഗുണവും ഉണ്ടാവും. നേരെ മറിച്ചോ ഫൈദാ തസാവവും എല്ലാവരും സമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ യഹ്ലികൂൻ, അത് അവരുടെ നാശത്തിന്റെ തുടക്കമായിരിക്കും. ഇപ്പൊ നമുക്കൊക്കെ തകരാതാണ്. ബാപ്പയും മകനും തമ്മിൽ വ്യത്യാസമില്ല. മകൻ ബാപ്പാനോട് പറയണം, നിങ്ങൾ മുമ്പ് ജനിച്ചോണ്ടല്ലേ, ഞങ്ങളെ മുമ്പ് ജനിച്ചാണെങ്കിൽ നിങ്ങളെ ഞാൻ ഉണ്ടാക്കുന്ന പറയുന്നത്. പിന്നെന്താ, രണ്ടാളും കണക്കാണ്. മുമ്പ് ജനിച്ചു എന്നുള്ളൊരു കുഴപ്പമുള്ള ബാപ്പാക്ക്. നേരെ മറിച്ച് ഞാൻ ആദ്യം ജയിച്ചിരിക്കണം നോക്കുക, എന്നാ ഞാൻ നിങ്ങൾ ഉണ്ടാക്കുന്ന. ഉസ്താദിനോടും അങ്ങനെ തന്നെ, നിങ്ങൾ ആദ്യം പഠിച്ചു വലുതായി, നിങ്ങൾ ആയതുകൊണ്ട് നിങ്ങൾ എന്നെ പഠിപ്പിക്കണം. നേരെ മറിച്ച് ഞാനാണ് ആദ്യം പഠിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഞാൻ കിതാബ് പോയി തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അധ്യാപനം നടത്തുന്നൊക്കെ പറയണത്. ഇങ്ങനെ ബഹുമാനം എന്നുള്ളത് ഇവിടെ പാടെ ഇല്ലാതെയായി പോയി. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം ബഹുമാനല്ലേ? അതല്ലേ റസൂൽ പറഞ്ഞത്, ലാ യസാലു നാസു ഫീ ഖൈർ മാ തഫാദലൂന. പരസ്പരം ബഹുമാന ആദരവുകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക. അതില്ലെങ്കിൽ ആർക്കും ആരും എന്തും പറയാം, ആർക്കും ആരും ബഹുമാനമില്ല, എന്തും ചെയ്യാം. ഈ ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ഈ ലോകത്ത് നന്മ നഷ്ടപ്പെട്ടു പോകും. അതാണ് ഇസ്ലാം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പറഞ്ഞു, ഫൈദാ തസാവൂ യഹ്ലികൂൻ. അവർ സമന്മാരാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ നാശത്തിന്റെ തുടക്കമായി. അപ്പൊ അതുകൊണ്ടിട്ട് ഈ നിലക്കുള്ള അടിസ്ഥാനപരമായ തത്വങ്ങളും ഈ നന്മകളൊക്കെ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ എല്ലാ നിലക്കുള്ളതായ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന എന്ത് കടത്തിക്കൂട്ടലുകൾ ഉണ്ടെങ്കിലും എന്ത് ഈ പ്രസ്ഥാനങ്ങളുണ്ട് അതിനൊക്കെ പൂർണ്ണമായും കൊണ്ട് എതിർക്കുകയും അതിനോടൊപ്പം വിശുദ്ധമാവുന്ന ഈ ശരീഅത്തിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതിനെ സംരക്ഷിക്കുകയും മറ്റുള്ളതായ എല്ലാ മേഖലയിലും ഇസ്ലാമിനോട് എതിരില്ലാത്ത നിലക്കുള്ള ഏതെല്ലാം പ്രവർത്തനങ്ങളും ഏതെല്ലാം മറ്റുള്ള പുരോഗമന ചിന്താഗതികളുണ്ടോ അതിനൊക്കെ പിന്തുണ കൊടുത്തുകൊണ്ട് അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതുകൊണ്ടാണ് ജനങ്ങളൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അംഗീകരിക്കാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് പിന്തുണ നൽകാനും അതിന്റെ ആശയാദർശങ്ങളെ മുറുകെ പിടിക്കാനൊക്കെ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ മുസ്ലിമീങ്ങളാവുന്ന നമ്മൾ പ്രത്യേകിച്ച് നമ്മളിടയിലുള്ള ഭിന്നിപ്പുകളും മറ്റുമൊക്കെ മാറ്റിവെച്ചുകൊണ്ടിട്ട് ഒരു മനസ്സോടുകൂടി എല്ലാ മനുഷ്യന്മാരെയും ഒന്നായി കണ്ട് ഇവിടുത്തെ മൃഗങ്ങളോട് നമുക്ക് കടപ്പാടുകളുണ്ട്, മനുഷ്യന്മാരോട് കടപ്പാടുകളുണ്ട്, ഇവിടുത്തെ വെള്ളത്തിനോട് കടപ്പാടുകളുണ്ട്, ഇവിടുത്തെ ഭൂമിനോട് നമുക്ക് കടപ്പാടുകളുണ്ട്, ഇവിടുത്തെ പക്ഷികളോട് കടപ്പാടുകളുണ്ട്, ഇവിടുത്തെ മൃഗങ്ങളോട് ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. അത് ഓരോ മുസ്ലിമും ചെയ്തു കൊടുക്കേണ്ടതാണ്. മറ്റുള്ള മനുഷ്യന്മാരോടുള്ള കടപ്പാട് അങ്ങനെയല്ലേ റസൂൽ പറഞ്ഞത്, നിന്റെ അയൽവാസിനോട് നീ എന്താക്കണം, ചില കടപ്പാടുകളുണ്ട്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരാവുന്ന അയിമ്മത്ത് എന്താ പ്രഖ്യാപിച്ചത്? നിന്റെ അയൽവാസി നിന്റെ മതക്കാരനാവട്ടെ അല്ലാത്ത മതക്കാരനാവട്ടെ അവനക്ക് നീ ഗുണം ചെയ്തു കൊടുക്കണം. അവൻ നിന്റെ ശത്രു ആവട്ടെ വിത്രനാവട്ടെ അവനക്ക് നീ ഗുണം ചെയ്തു കൊടുക്കണം. അവൻ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, അവൻ നിന്റെ നാട്ടുകാരനാവട്ടെ അല്ലെങ്കിൽ വിദേശിയാവട്ടെ, അവൻ ചെറിയവനാവട്ടെ വലിയവനാവട്ടെ, അവൻ ദരിദ്രനാവട്ടെ പണക്കാരനാവട്ടെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായ ഒരുപാട് കടപ്പാടുകളുണ്ട് മറ്റു മനുഷ്യന്മാരോട്. ഇതിനൊക്കെ പരിപൂർണമായും കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടവരാണ്. മൃഗങ്ങളോട് നമുക്ക് കടപ്പാടുകളുണ്ട്, വെള്ളത്തിനോട് കടപ്പാട്. മഴ പെയ്യുന്നുണ്ട്, വെള്ളം അധികം ഉപയോഗിക്കാൻ പറ്റുമോ? റസൂൽ അതല്ലേ പറഞ്ഞത്, ഏതിലും മിതത്വമാണ് വേണ്ടത്. ഇഖ്തിസാദ്, എല്ലാത്തിലും മിതത്വം നമ്മൾ പാലിക്കണം. മലയോ കടലിലാണെന്ന് വിചാരിച്ച് വെള്ളത്തിന് അധികം ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പൊ വെള്ളം കടൽ തീരത്താണെങ്കിലും വെള്ളത്തെ നിയമിതമായി ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇസ്ലാമിന്റെ കൽപ്പനയല്ലത്. അങ്ങനെ ഓരോ മൃഗങ്ങളോട് കടപ്പാടുകളില്ലേ നമുക്ക്, ഇവിടുത്തെ സസ്യങ്ങളോട് കടപ്പാടുകളില്ലേ, ഇവിടുത്തെ പറവകളോട് കടപ്പാടുകളില്ലേ, ഈ മണ്ണിനോട് നമുക്ക് കടപ്പാടുകളില്ലേ. ഈ കടപ്പാടുകൾ മുഴുവനും പൂർണ്ണമായും കൊണ്ട് പാലിച്ച് ജീവിക്കുന്നവൻ അവനാണ് യഥാർത്ഥ മുസ്ലിം. ആ ഒരു സ്വഭാവങ്ങളായിരുന്നു നമ്മളെ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളിൽ നിന്ന് അതൊക്കെ എടുത്തുപോയി. അപ്പൊ നമുക്ക് അംഗീകാരജാതിയായി പോയി, അത്ര ഉള്ളു, അത്ര പറഞ്ഞാൽ മതി. അപ്പൊ അതുകൊണ്ടിട്ട് ഈ വിശുദ്ധമാവുന്ന തത്വങ്ങളും ഈ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിട്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ എല്ലാവരും ശക്തിപ്പെടുത്തണം. പിന്നീട് ഇവിടെ കൂടിയ ആളുകളോട് പറയാനുള്ളത്, ഈ ഖത്തർ, ദൗലത്ത് ഖത്തർ, ഇവര് നമുക്ക് നമ്മുടെ ബന്ധപ്പെട്ടതായ നമ്മൾ കേരളക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യണ്, ബിസിനസ് ചെയ്യണ്, പല നിലക്കും നമ്മൾ ജീവിക്കണം. നമുക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളുമാണ് ഇവർ ചെയ്തു തരുന്നത്. നമ്മളെ നാട്ടിൽ നടത്തുന്നത് പോലെ അത്ര സ്വതന്ത്രമായിട്ട് നമുക്ക് ഇവിടെ നടത്താനുള്ള സൗകര്യങ്ങൾ ഇവിടുത്തെ ഭരണകൂടം. അപ്പൊ അവരോടുള്ളതായ കടപ്പാടുകൾ നമ്മൾക്കുണ്ട്. നമ്മളെപ്പോഴും അവർക്ക് നന്ദി ചെയ്യേണ്ടവരാണ്. അവരുടെ ഈ ഭരണത്തിനോട് എല്ലാ നിലക്കും കടമപ്പെട്ടവരാണ് നമ്മൾ എന്നൊരു ബോധം നമുക്കുണ്ടാവണം. നമ്മളിൽ നിന്നിട്ട് എന്തെങ്കിലും നിലക്ക് ഈ രാജ്യത്തിന് എതിരാകുന്ന ഒരു പ്രവർത്തനവും നമ്മളാരിൽ നിന്നുണ്ടാവാൻ പാടില്ല. ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമുക്ക് ഈ അവസരത്തിൽ മഹാനാവുന്ന ഈ രാജ്യത്തിന്റെ ഭരണകർത്താവ് തമീം ബിൻ ഹംദ് ബിൻ ഖലീഫ അസ്സാനി അമീറു ദൗലത്ത് ഖത്തർ, അദ്ദേഹത്തിന്റെ ഹദറത്തിലേക്ക് എല്ലാ നിലക്കുള്ളതായ അഭിനന്ദനങ്ങളും അർഫഉ ഇലാ സാഹിബി സുമു അശ്ശൈഖ് തമീം ബിൻ ഹംദ് ബിൻ ഖലീഫ അസ്സാനി അമീറു ദൗലത്ത് ഖത്തർ أسمى الطعاني والتبريكات التي تصدر من صميم قلبي. وكذلك أنا أرفع التهاني والتبريكات إلى حكام هذه الدولة. اللهم أيد هذه الدولة، اللهم احفظ هذه الدولة، اللهم بارك في هذه الدولة، اللهم بارك في حكام هذه الدولة، اللهم بارك في ساكني هذه الدولة എന്ന് ദുആ ചെയ്തുകൊണ്ട്